മഴത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ സർ, അച്ഛൻ എവിടെ? ഐസിയുല വരൂ. എന്റെ അച്ഛന് വിഷമിക്കാനൊന്നുമില്ല. അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല. എന്തിനാ ഇങ്ങനെ കരയണേ? അമ്മാവൻ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? ഓരോന്നാലോചിച്ച് വെറുതെ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കണ്ട. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. കരയല്ലേ? സിസ്റ്റർ, എങ്ങനെയുണ്ട് ഇപ്പോ? ഒന്നും പറയാറായിട്ടില്ല. എന്താ സിസ്റ്റർ പറഞ്ഞത്? ഏയ്, കുഴപ്പമൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞത്. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റില്ല വേണി. ഐസ് ഒന്ന് മാറ്റട്ടെ, എന്നിട്ട് കാണാം. ഒന്നും പറയാറായിട്ടില്ലെന്നാ സിസ്റ്റർ പറഞ്ഞു.
എല്ലാം ഈശ്വരന്റെ കയ്യിലല്ലേ. നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഗോവിന്ദൻ മാഷിനൊരു ജാമ്യം കിട്ടാനുള്ള വകുപ്പുണ്ട്. ഒടുക്കത്തൊരു ജാമ്യം അങ്ങ് പരലോകത്തേക്ക്. അല്ലടാ ഗിൽബർട്ടെ? ആ, എന്താ സംശയം? അങ്ങ് പൊയ്ക്കോളും, നമ്മളെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ. പക്ഷേ എന്തിനും ഒരു വിലങ്ങതിടിയാ നിൽക്കുന്ന ആളുടെ മോളല്ലേ നമുക്ക് പ്രശ്നം. അവളുടെ കാര്യത്തിൽ വേണ്ട പോലെ ഒരു തീരുമാനം എടുത്താലേ നമുക്ക് രക്ഷയുള്ളൂ. അതെനിക്ക് വിട്ടേക്ക്. തന്ത പോയാൽ പിന്നെ അവളുടെ ചിറകൊന്നൊടിയും. പിന്നെ അവൾ ആർക്കും ഒരു തടസ്സമാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഒരിക്കൽ എനിക്കൊന്ന് പിഴച്ചു. നേരാ, അവൾ വിരിച്ച വലയിൽ ഞാൻ വീണു. ദാറ്റ് വാസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. പിന്നെ എല്ലാം കണക്ക് കൂട്ടിയേ ഗിൽബർട്ട് ചെയ്തിട്ടുള്ളൂ. ശിക്ഷ കഴിഞ്ഞിറങ്ങിയതിൽ പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ നിങ്ങളുടെ പരാതി. പക്ഷേ അഴിക്കുള്ളിൽ കിടക്കുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാ. അല്ലായിരുന്നെങ്കിൽ ഗോവിന്ദൻ മാഷ് അകത്ത് കിടക്കില്ലായിരുന്നു. നീ എന്താ പറഞ്ഞോണ്ട് വരുന്നേ? മനസ്സിലായില്ലേ? എന്റെ കണക്ക് കൂട്ടിലൊന്ന് പിഴച്ചിരുന്നെങ്കിൽ അയാൾക്ക് പോലെ എനിക്ക് കിട്ടിയനെ ജയിൽവാസം. അപ്പോ നീ? അതെ, അയാളല്ല അനന്തനെ കൊന്നത്, ഞാനാ. പക്ഷേ ആ മാഷ കൊന്നതിന് തെളിവുണ്ടല്ലോ. അത് വച്ചല്ലേ അയാൾക്ക് ശിക്ഷ കിട്ടിയത്. അത് ഞാൻ അയാൾക്ക് ഒരുക്കി കൊടുത്തൊരു വിധി. നീ ഒന്ന് തെളിച്ചു പറ ഗിൽബർട്ടെ, എന്താ ഉണ്ടായത്? അന്ന് മാഷു അനന്തന് കശപിച്ചുണ്ടാക്കിയെടുത്ത് ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ അതാരും അറിഞ്ഞില്ല. നീ കരുതുന്നത് പോലെ ആ പെണ്ണിനെ ആരും കൊത്തിക്കൊണ്ടു പോയതല്ലടാ. നിന്നെ പോലൊരു കഴുകൻ റാഞ്ചിക്കൊണ്ട് പോവാതിരിക്കാൻ ആ കുഞ്ഞിക്കിളിയെ ഭദ്രമായി ഒളിപ്പിച്ചിരിക്കല്ലേ. ഒരു പട്ടിയും അവളെ എങ്ങും ഒളിപ്പിക്കില്ല. അവളെ അനന്തരമുള്ളതാ. വിട്ടു കൊടുക്കൽ ഒരുത്തരും ഞാൻ. അടിച്ചത് തലയ്ക്ക് പിടിക്കുമ്പം ചുമ്മാ നാവിട്ടടിച്ചാ പോരടാ. പറയുന്നത് പോലെ പ്രവർത്തിച്ച് കാണിക്കുകയും വേണം. പറഞ്ഞത് ചെയ്യാൻ അനന്തൻ ഒരുത്തനെ പേടിക്കേണ്ട കാര്യമില്ലടാ. നിനക്കറിയോ അവളെ ആ തള്ള എവിടെ ഒളിപ്പിച്ചിരിക്കണെന്ന്? ഏത് പാതാളത്തിലായാലും അവളെ അനന്തം പൊക്കിയിരിക്കും. ഒളിപ്പിച്ചത് ആ പാവം തള്ളയൊന്നല്ലടാ. അവളില്ലേ, അവരുടെ പുതിയ രക്ഷക വേണി. അവളും അവളുടെ തന്തയും കൂടിയാ ഈ കളിയെല്ലാം കളിക്കുന്നത്. ചെല്ല്, കാരണം ഒരു കലങ്ങ് മേലിരിപ്പുണ്ട്. ചെന്ന് വേണ്ട രീതിയിലൊന്ന് തിരക്കിയാൽ തത്ത പറയും പോലെ പറഞ്ഞോളും. ചെല്ലടാ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം തന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു ഞാൻ. താനും തന്റെ മോളും കൂടി ആ നന്ദിനിക്കുട്ടിയെ എന്താണോ ചെയ്തേ? നാട്ടിലൊരുത്തിയെ കൊലക്ക് കൊടുത്തതുപോലെ അവളെ കൊന്നോ? എവിടെയെങ്കിലും കെട്ടി താഴ്ത്തിയോ? വെറുതെ വിടില്ലേ? പറയടോ. എനിക്ക് നിന്നോടാ ചോദിക്കാനുള്ളത്. നിനക്കായിരുന്നല്ലോ അവളുടെ മേലൊരു കണ്ണ്. എവിടെയാ നീ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കണേ? എന്താ നീ അവളെ ചെയ്തേ? അവക്ക് എന്തെങ്കിലും സംഭവിച്ച അനന്താ, നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. തന്തയാള് കൊള്ളാലോ, വാദിയെ പ്രതിയാക്കുന്നു. പോയി പോയി ഇപ്പൊ അനന്തന്റെ നേർക്കായി കളി. എനിക്ക് അവളെ വേണമെങ്കിലേ ഒളിപ്പിച്ച് നാട് കടത്തൊന്നും വേണ്ട. തന്റെയൊക്കെ മുന്നിൽ വെച്ച് ബലമായി പിടിച്ചു കെട്ടി വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരും അനന്തൻ. താനും തന്റെ ദുർനടത്തിക്കാരും മോളും കൂടി എന്താ ചെയ്ത അവളെ? പറയേ, എവിടെയാ അവള്? ഒന്നോ അതോ വിറ്റ് കാശാക്കിയോ? അല്ല, വിടാൻ നന്ദിനി എവിടാന്ന് പറയാതെ
തന്നെ ഇന്ന് അനന്തം വിടില്ല. തനിക്കുള്ളത് തന്നിട്ട് വേണം ബാക്കി തന്റെ പുന്നാര മോക്ക് കൊടുക്കാൻ. പറയണോ? എവിടെ എവിടെ? എന്താ വേണ്ട വിടാൻ? എന്ത് വേണ്ടാന്ന്? നിന്റെ മോൾ എന്റെ നേരെ കൈയോങ്ങിയവളാ. അതിന്റെ പകരം ആദ്യം തനിക്കിരിക്കണം. ഒരു നിസാര കാര്യത്തിൽ എന്നെ സ്റ്റേഷനിൽ കയറ്റിയവളാ അവള്. എന്നിട്ടിപ്പോ നന്ദിനിയെ കാണാൻ ഞാൻ കംപ്ലൈന്റ് ചെയ്യാഞ്ഞ് ഒന്ന് കുഴിച്ചു മൂടിയോ? പറയണോ? പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ മിടുക്കനാ നീ. ഈ മിടുക്ക് എന്നും ഉണ്ടാവണം. ഇപ്പോ അവളെ ഒന്ന് തളർത്താൻ നിനക്ക് കഴിഞ്ഞു. ഇനി അവളെ തകർക്കണം. ഒന്നൊന്നായി അവൾ ഇല്ലാതാവണം. പറഞ്ഞാ മതി, എന്തിനും ഞാൻ തയ്യാറാ. അവളുടെ നാശം എന്റെയും ടാർഗറ്റാ. ഇനിയിപ്പോ പടച്ച തമ്പുരാനായിട്ട് അവളുടെ തന്തയെ മുകളിലോട്ട് വിളിക്കുന്നില്ലെങ്കിൽ പോലും സലാം കൊടുത്ത അയാളെ പറഞ്ഞു വിടാനും ഞാൻ തയ്യാറാ. കാത്തോണ്ട് എന്റെ കാവലമ്മേ, എന്റെ ഗോവിന്ദന് ഒരാപത്തും വരുത്താതെ എനിക്ക് തിരിച്ചു തരണേ. മാസത്തിൽ ഒരിക്കലെങ്കിലും 101 ചുറ്റുവിളക്ക് ഞാൻ കത്തിച്ചോളാം. കാത്തുകൊള്ളണേ ദേവി. ഡോക്ടർ, ഓ താങ്ക് ഗോഡ്. എങ്ങനെയുണ്ട് ഡോക്ടർ? ഏയ് ഡോണ്ട് വറി, കണ്ണു തുറന്നിട്ടുണ്ട്. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. ഒന്ന് കണ്ടോട്ടെ ഡോക്ടർ, പ്ലീസ്. സോറി, ഇപ്പൊ കാണണ്ട. ഈ അവസ്ഥയിൽ അദ്ദേഹം ഡിസ്റ്റർബ്ഡ് ആവാൻ പാടില്ല. ഇല്ല ഡോക്ടർ, ഞാൻ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കില്ല. ഒരു നോക്ക് കണ്ടാ മാത്രം മതി എനിക്ക്. പ്ലീസ് ഡോക്ടർ, ഒരു മിനിറ്റ്. ആ കണ്ടോളൂ, പക്ഷേ അവിടെ ചെന്ന് കരച്ചിലും പിടിച്ചിലും ഒന്നും പാടില്ല. ഇല്ല ഡോക്ടർ, ഞാൻ കരയില്ല. സ്വർണ്ണ
മാഡം പ്ലീസ് പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ പുറത്തു പോകണം. ഒരു മിനിറ്റ് പ്ലീസ്, പുറത്ത് പോകണം. എന്താ ഇപ്പൊ സമാധാനായില്ലേ? ഇനി വിഷമിക്കൊന്നും വേണ്ട, പേടിക്കാനൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്നാലും അച്ഛൻ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ എല്ലാം ശരിയാവും വേണി. ഈശ്വരാധീനം കൊണ്ട് ഇപ്പൊ കണ്ണു തുറന്നില്ലേ? അധികം വൈകാതെ എല്ലാം നോർമലാവും. ചേച്ചി ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ട അമ്മാവന് അസുഖം കൂടുകയുള്ളൂ. അതും കൂടി ഓർക്കണം. ആ എന്തായാലും വേണി ഒരു കാര്യം ചെയ്യും. കേട്ടപാടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടിയല്ലേ, പോയി ലീവ് എടുത്തിട്ട് വരൂ. അത് സാരമല്ല, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് കരുതി പോവാതിരിക്കണ്ട, ഞാനുണ്ടാവും. ഇന്തും പോയിക്കോളൂ. വിവരങ്ങളെന്നറിയാതെ അമ്മ ആകെ ആദ്യം പിടിച്ചിരിക്കാവും. വീട്ടിൽ ചെന്ന് അവരൊക്കെ ഒന്ന് സമാധാനിപ്പിക്കൂ. പോയിക്കോളൂ. വരൂ. മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ലല്ലോ എന്റെ ഈശ്വര. മോളെ, അമ്മാവന്റെ വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ. ആസ്പത്രി പോയവരാരും തിരിച്ചു വന്നതുമില്ല. എന്തു പറ്റിയാവോ? ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല. അല്ല, അവിടം വരെ പോയി ഒന്ന് അന്വേഷിച്ചാലോ? അല്ല, അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ? അന്വേഷിക്കാൻ നടക്കണം. അവിടെ ഉള്ളവർ ഇങ്ങോട്ട് വരുമ്പോ അറിയാം എന്താ പൊന്നാങ്ങൾക്ക് വിശേഷം. കൈവീശൊന്ന് തന്നാലുണ്ടല്ലോ, കുറച്ച് കൂടുന്നുണ്ട്. വയ്യാതെ കിടക്കുന്നത് എന്റെ കൂടെ പിറപ്പാ. അതിന്റെ ദണ്ണം വല്ലതുണ്ടോ നിനക്ക്? എന്നാ പിന്നെ ചെന്നങ്ങ് ദണ്ണം തീർക്ക്. കുറച്ച് സ്വൈര്യം കിട്ടുമല്ലോ ബാക്കിയുള്ളവർക്ക്. അതേടി, നീ അങ്ങനെ പറയൂ. സ്വന്തവും ബന്ധവും എന്താണെന്ന് നിനക്കറിയോ? ഓ, അമ്മയ്ക്ക് പിന്നെ എല്ലാം അറിയാലോ. എന്നിട്ട് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. എപ്പോഴെങ്ങനെ ഒരു ആങ്ങള സ്നേഹം പൊട്ടിമുളച്ചത്? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. എന്താ നിങ്ങൾ തമ്മിലൊരു ബഹളം? ഒന്നുമില്ല മോളെ, അമ്മാവന്റെ വിവരം ഒന്നും അറിഞ്ഞില്ല. അതൊന്ന് പോയി അന്വേഷിച്ചാലോ എന്ന് പറഞ്ഞു. അതിന് ഇവള് എന്റെ മേലെ മെക്കിട്ട് കയറാൻ വരുന്നു. അമ്മാവനിപ്പോ ഒരു കുഴപ്പമില്ല അമ്മേ, ഒന്നും കൊണ്ട് പേടിക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേ. ഹോ, എന്റെ ഭഗവതി, ആശ്വാസായി. ഇപ്പോഴാ മോളെ ഒന്ന് ശ്വാസം നേരെ വീഴുന്നത്. ഓ, അപ്പാ ശല്യം ഇനി ഇവിടുന്ന് ഒഴിയില്ലെന്ന്. നിക്കവിടെ.